കൂട്ടുകാരെ, എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ. അടുത്ത അക്ഷരം പ. നിങ്ങൾക്കറിയാമോ? പ കൊണ്ടു തുടങ്ങുന്ന വാക്കുകൾ പ്രകൃതിയെയും ഭക്ഷണങ്ങളെയും കൂടുതലായി സൂചിപ്പിക്കുന്നു. പുഴ, river. പഴം, fruit. Did you know? Words starting with pa often refer to nature and food. പുഴ, river. പഴം, fruit. കൂട്ടുകാരെ, നമുക്ക് പ ഉപയോഗിച്ച് ഒരു വാക്യമുണ്ടാക്കാം. ഫ്രണ്ട്സ്, ലെറ്റ്സ് മേക്ക് എ സെന്റൻസ് യൂസിംഗ് പ. പുഴയിൽ മീനുകൾ സന്തോഷത്തോടെ നീന്തുന്നു. The fish are happily swimming in the river. അടുത്ത അക്ഷരം ഫ. നിങ്ങൾക്ക് അറിയാമോ? ഫ കൊണ്ടു തുടങ്ങുന്ന വാക്കുകൾ കൂടുതലും സംസ്കൃതത്തിൽ നിന്നുള്ളവയാണ്. ഫലം, ഫലിതം. Did you know? Words starting with fa mostly come from Sanskrit. Phalam, result or fruit. Falidam, joke. കൂട്ടുകാരെ, നമുക്ക് ഫ ഉപയോഗിച്ച് ഒരു വാക്യമുണ്ടാക്കാം. ഫ്രണ്ട്സ്, ലെറ്റ്സ് മേക്ക് എ സെന്റൻസ് യൂസിംഗ് ഫ. മരം നല്ല ഫലം കൊടുക്കുന്നു. The tree gives good fruit. അടുത്ത അക്ഷരം ബ. നിങ്ങൾക്ക് അറിയാമോ? ബ കൊണ്ടു തുടങ്ങുന്ന വാക്കുകൾ നമ്മുടെ ദിനചര്യയിലെ സാധനങ്ങളെയും ആളുകളെയും സൂചിപ്പിക്കുന്നു. ബാലൻ, ബോയ്. ബലം, സ്ട്രെങ്ത്. Did you know? Words starting with f mostly come from Sanskrit. Balan, boy. Balam, strength. കൂട്ടുകാരെ, നമുക്ക് ബ ഉപയോഗിച്ച് ഒരു വാക്യമുണ്ടാക്കാം. ഫ്രണ്ട്സ്, ലെറ്റ്സ് മേക്ക് എ സെന്റൻസ് യൂസിംഗ് ബ. കുട്ടികൾക്ക് ആരോഗ്യത്തിനായി നല്ല ബലം വേണം. Children need good strength for their health. അടുത്ത അക്ഷരം ഭ. നിങ്ങൾക്ക് അറിയാമോ? ഭ കൊണ്ടു തുടങ്ങുന്ന വാക്കുകൾ പ്രകാശവും വലിയ ആശയങ്ങളും സൂചിപ്പിക്കുന്നു. ഭൂമി, earth. ഭാര്യ, wife. Did you know? Words starting with bh often refer to everyday objects and people in our daily life. Bhumi, earth. ഭാര്യ, wife. കൂട്ടുകാരെ, നമുക്ക് ഭ ഉപയോഗിച്ച് ഒരു വാക്യമുണ്ടാക്കാം. ഫ്രണ്ട്സ്, ലെറ്റ്സ് മേക്ക് എ സെന്റൻസ് യൂസിംഗ് ഭ. നാം ജീവിക്കുന്ന ഗ്രഹം ഭൂമിയാണ്. The planet we live on is Earth. അടുത്ത അക്ഷരം മ. നിങ്ങൾക്കറിയാമോ? മ കൊണ്ടു തുടങ്ങുന്ന വാക്കുകൾ സ്നേഹത്തെയും വീട്ടിനെയും കൂടുതലായി സൂചിപ്പിക്കുന്നു. മകൻ, മരം.
Did you know? Words starting with ma often represent love and home-related things. Magan, son. Maram, tree. കൂട്ടുകാരെ, നമുക്ക് മാ ഉപയോഗിച്ച് ഒരു വാക്യമുണ്ടാക്കാം. Friends, let's make a sentence using ma. വീട്ടിന് മുന്നിൽ ഒരു വലിയ മരമുണ്ട്. There is a big tree in front of the house. എല്ലാവർക്കും ഇതുവരെയെല്ലാം മനസ്സിലായോ? അടുത്ത വീഡിയോയിൽ കാണാം. Bye bye. Did you understand everything so far? See you in the next video. Bye bye. Please don't forget to hit the subscribe, like, and bell notification buttons for the latest updates.